പോരാട്ടത്തിന്റെ 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള രാജ്ഭവന്റെ പടിയിറങ്ങുന്നത്. സർവകലാശാലകളിലെ രാഷ്ട്രീയ അതിപ്രസരം കുറയ്ക്കാൻ ഗവർണർ നടത്തിയ ഇടപെടലുകൾ ചരിത്രപരമാണ്. സാധാരണ ഗവർണർ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ജനകീയ പരിവേഷവും ആരിഫ് മുഹമ്മദ് ഖാൻ സ്വന്തമാക്കിയിരുന്നു. 5 വർഷവും 4 മാസവും നീണ്ട കേരള ഗവർണർ പദവിയിൽ നിന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പടിയിറങ്ങുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ സംഭവബഹുലമായ ഒരു ഏടിന് കൂടിയാണ് അവസാനമാകുന്നത്. ഗവർണർ റബ്ബർ സ്റ്റാമ്പല്ലെന്ന് തെളിയിച്ച് സർക്കാരുമായി നിരന്തരം കലഹിച്ച വർഷങ്ങൾ. സർക്കാരിന്റെ സ്വജനപക്ഷപാത നിലപാടുകളെ ചോദ്യം ചെയ്തായിരുന്നു പരസ്യത്വത്തിന്റെ തുടക്കം. കണ്ണൂർ VC-ആയി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകാൻ സർക്കാർ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ UGC ചട്ടം ലംഘിച്ച് നിയമനം നേടിയ മുഴുവൻ VC-മാരെയും പുറത്താക്കി. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാതെ സർക്കാരിനെ മുൾമുനയിൽ നിർത്തി. സർക്കാരിനെതിരെ രാജ്ഭവനിൽ വാർത്താ സമ്മേളനം വിളിച്ചു. VC നിയമനത്തിൽ ഗവർണറുടെ അധികാരം കവരാൻ സർക്കാർ ശ്രമം നടത്തിയതോടെ ബില്ലിൽ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ചു. SFIക്കാരെ തെരുവിലിറക്കി ഗവർണറെ നേരിടാനുള്ള നീക്കങ്ങളെ അതിലും ശക്തമായിട്ടാണ് ഗവർണർ പ്രതിരോധിച്ചത്. വഴിതടഞ്ഞ് വാഹനം ആക്രമിച്ച SFIക്കാരെ അറസ്റ്റ് ചെയ്യാത്തതിൽ റോഡിൽ കുത്തിയിരുന്നുള്ള ഗവർണറുടെ പ്രതിഷേധവും കേരളം കണ്ടു. You are the culprit. No, I will not go. I will tell you no, that you are organizing an attack on me. No, I will not go. You were giving them protection here. Police, they were standing here at the police protection. I will not go from here. കാലിക്കറ്റ് സർവകലാശാലയിൽ കയറ്റില്ലെന്ന SFI പ്രഖ്യാപനത്തിൽ ക്യാമ്പസിൽ അന്തിയുറങ്ങിയായിരുന്നു മറുപടി. കോഴിക്കോട് മിഠായി തെരുവിലിറങ്ങി നടന്ന് ജനകീയതയും തെളിയിച്ചു. പ്രതിപക്ഷ നേതാവിന് പോലും സാധിക്കാത്ത വിധത്തിൽ മുഖ്യമന്ത്രിയെ പേരെടുത്തു പറഞ്ഞ നിരന്തര വിമർശനവും നടത്തി. I will deal with the chief minister. I will not deal with these Johnnies. His understanding of the constitution, good for him. Why I should comment on that? I will not comment on. ധനമന്ത്രിയോടുള്ള പ്രീതി പിൻവലിച്ചത്, മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും രാജ്ഭവനിൽ വിലക്കിയത്, ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയ സജി ചെറിയാൻ വീണ്ടും മന്ത്രിയാകുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ചതുമെല്ലാം ആരിഫ് മുഹമ്മദ് ഖാന്റെ ഗവർണർ കാലത്തെ തീപിടിപ്പിച്ചു. പൊതുജനങ്ങൾക്ക് മുന്നിൽ പൊതുവെ തുറക്കാത്ത രാജ്ഭവനിൽ സന്ദർശകർക്കും പരാതിക്കാർക്കും കയറി വരാൻ അവസരമൊരുക്കിയതും ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു. ദുരന്ത സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രിക്കും മുന്നേയെത്തി ആശ്വാസവാക്കുകൾ ചൊരിഞ്ഞു. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ മരിച്ച സിദ്ധാർത്ഥൻ, ആമയിഴഞ്ചാൻ തോട്ടിൽ മരിച്ച ജോയി എന്നിവരുടെയെല്ലാം വീടുകളിൽ ഗവർണർ എത്തി. കേരളം കണ്ട ഏറ്റവും ജനകീയനും സർക്കാരിന് ഏറ്റവും തലവേദന നൽകിയതുമായ ഗവർണർ എന്ന പേര് സമ്പാദിച്ചാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ മടക്കം. ജനം, തിരുവനന്തപുരം.